ഒരു 25,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നല്ലൊരു ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് നല്ലൊരു ഓപ്ഷനായി ഇപ്പോൾ വന്നേക്കുന്നതാണ് വിവോൻ്റെ V20 എന്ന് പറയുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് 2 മാസമായി. അത് ഞാനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബഡ്ജറ്റ് പ്രൈസിങ്ങിനകത്ത് നല്ല ക്വാളിറ്റി ഫോട്ടോസും അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഓപ്ഷൻസ് കിട്ടുന്ന ക്യാമറ സിസ്റ്റം വരുന്നൊരു ഫോണാണ് ഈ വിവോ V20 എന്ന് പറയുന്നത്. അതും ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ് അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര മാർക്കറ്റിംഗ് എന്ന് പറയുന്നതും ക്യാമറയെ പറ്റി തന്നെയാണ്. അത് ഇതിനകത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം ഏറ്റവും നല്ലതിലൊന്ന് തന്നെയാണ്. അത് നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറ ആദ്യമേ നോക്കാം. അത് നമ്മളോട് ബാക്കിൽ നോക്കാൻ നേരത്ത് നമുക്ക് 3 ക്യാമറയാണ് വരുന്നത്. അത് ഇത് 3ഉം വന്നേക്കുന്ന ഈ മോഡ്യൂൾ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ഫീലുള്ള രീതിയിൽ തന്നെയാണ്. അതിനകത്ത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ f1.9 ആണ്. അതും ഈ ക്യാമറയ്ക്ക് അത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ല. പക്ഷേ എന്നാലും ഈ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് നല്ല ലൈറ്റിംഗ് ഉള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നല്ല ഷാർപ്പും അതുപോലെ തന്നെ നല്ല ഡൈനാമിക് റേഞ്ചും നല്ല കളേഴ്സും ഒക്കെ വരുന്ന ഫോട്ടോസാണ് കിട്ടുന്നത്. അതിപ്പോൾ നമ്മൾ ലൈറ്റ് കുറഞ്ഞെടുക്കാൻ നേരത്ത് പോലും നമുക്ക് നൈറ്റ് മോഡൊക്കെ വെച്ച് തിരക്കേടില്ലാത്ത ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ഒന്നും അല്ല, എന്നാലും നമുക്ക് നോക്കാൻ നേരത്ത് ഈ ബഡ്ജറ്റിൽ നോക്കാൻ നേരത്ത് എനിക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ക്യാമറ എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതൊരു 8 മെഗാ പിക്സൽ ക്യാമറയാണ്. അതും ഈ ക്യാമറ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണെങ്കിൽ പോലും ഇത് നമുക്കൊരു മാക്രോ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കാൻ നേരത്ത് നമുക്ക് തിരക്കേടുള്ള അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് ആണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ലൈറ്റ് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോട്ട്സ് തന്നെയാണ്. പക്ഷേ ലൈറ്റ് കുറയാൻ നേരത്ത് ആ എടുക്കുന്ന ഫോട്ടോസിൻ്റെ ക്വാളിറ്റി കുറയാറുണ്ട്. എന്നാൽ നമുക്ക് നൈറ്റ് മോഡൊക്കെ ഓൺ ചെയ്ത് വലിയ കുഴപ്പമില്ലാത്തൊരു ഫോട്ടോ ആക്കി മാറ്റാനും പറ്റുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മാക്രോ ക്യാമറയോട്ട് ഉപയോഗിക്കാൻ പറ്റും. അതും ഇതൊരു 8 മെഗാ പിക്സൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതെടുക്കുന്ന മാക്രോ ഷോട്ട്സ് ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മൾ ബാക്കി ഈ ബഡ്ജറ്റ് വരുന്ന ഫോൺസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൈസ് കൂടിയ ഫോൺസിനകത്ത് വരുന്ന മാക്രോ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാക്രോ ക്യാമറ തന്നെയാണ് ഈ വിവോ V20 വന്നേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അതിനെ മാക്രോ ഷോട്ട്സിലേക്ക് മാറ്റിയെടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ അവസാനത്തെ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മെഗാ പിക്സൽ മോണോ ക്യാമറയാണ്. അത് നമുക്ക് ഈ ക്യാമറ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ക്യാമറ ഉണ്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്ന ഒരു എക്സ്ട്രാ ക്യാമറ മാത്രമാണ് ഈ 2 മെഗാ പിക്സൽ ക്യാമറ. ഇനി നമ്മൾ ഈ ഫോൺ എടുക്കുന്ന വീഡിയോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഈ ബാക്ക് ക്യാമറ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ, വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് അല്ല, എന്നോട്ട് കുഴപ്പമുള്ളതല്ല, തിരക്കേടുള്ളത് വരുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ മാത്രം വരുന്നുണ്ട്. ആ ക്വാളിറ്റിക്കകത്തുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ചില സമയത്ത് നമ്മൾ ഗിംബിളൊന്നും ഇല്ലാതെ കൈവച്ചെടുക്കുന്ന വീഡിയോ ആണെങ്കിൽ എന്തെങ്കിലും ഒരു അനക്കം വരുവാണെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് ആ സ്റ്റെബിലൈസേഷൻ പ്രശ്നം വരാറുണ്ട്. പക്ഷേ എന്നാലും ബാക്കിയുള്ള രീതിയിൽ നമ്മൾ ഫോക്കസിങ് കാര്യത്തിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ എന്നാലും കളേഴ്സിനകത്തും കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് ഷാർപ്പായ കളേഴ്സ് ഒന്നും അല്ല, പക്ഷേ എന്നാലും നമുക്ക് കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 4K 30 FPS വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നേരത്ത് ഈ ഫ്രണ്ട് ക്യാമറയും ഇവിടെ ഭയങ്കര ഹൈപ്പ് കൊടുത്തൊരു ക്യാമറ തന്നെയാണ്. കാരണം ഇവിടെ ഫ്രണ്ടിൽ വരുന്ന ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ക്യാമറയേ ഉള്ളൂ. അതൊരു 44 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ എന്ന് പറയുന്നത് f2.0 ആണ്. അത് ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വിവോ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഈ ക്യാമറ വെച്ചെടുത്ത സെൽഫീസിൻ്റെ കാര്യത്തിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഷാർപ്പാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്കിൻ ടോണിനകത്തും അങ്ങനെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സെൽഫീസ് നല്ലതാണ്. പിന്നെ ഇവിടുത്തെ വീഡിയോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഈ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി പറയാൻ നേരത്ത് ഇവിടെയും 4K 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെയും കണ്ടൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ പ്രശ്നമാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കളേഴ്സിനകത്തൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറ പാക്കേജ് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടും ബാക്ക് ക്യാമറ കൂടെ പറയാൻ നേരത്ത് ഈ ബഡ്ജറ്റിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഫോൺ തന്നെയാണ്, പ്രത്യേകിച്ചും ഫോട്ടോ എടുക്കാൻ നേരത്ത്. അത് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ 25,000 ആണ് ഇതിൻ്റെ ബേസ് വേരിയൻ്റെ പ്രൈസിങ്. അപ്പോൾ ബേസ് വേരിയൻറ്റിന് 8GB റാമും 128GB സ്റ്റോറേജാണ് വരുന്നത്. പിന്നെ അടുത്ത വേരിയൻറ്റിനകത്ത് 8GB റാം തന്നെയാണ്, പക്ഷേ സ്റ്റോറേജ് 256GB മാറും. അതിൻ്റെ പ്രൈസിങ് 28,000 ആണ്. അപ്പോൾ ഈ പ്രൈസിങ് കണ്ടു കഴിയുമ്പം ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കോമ്പറ്റീഷൻ വരുന്നൊരു സെഗ്മെൻറ്റാണ്. പ്രത്യേകിച്ചും OnePlusൻ്റെ നോഡൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ മാത്രം നന്നായാൽ പോരാ, ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യത്തിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൊസസ്സറാണ്. അതുകൊടുത്ത പ്രൊസസ്സറിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് OnePlus നോഡിനൊപ്പം നിൽക്കുന്ന പ്രൊസസ്സർ അല്ലെങ്കിലും തിരക്കേടില്ലാത്തൊരെണ്ണമാണ്. സ്നാപ്ഡ്രാഗൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൻ്റെ 720G ആണ്. അപ്പോൾ അതെന്ന് പറയുമ്പം 720G ആവാൻ നേരത്ത് കുറച്ചും കൂടെ പെർഫോമൻസ് കുറവാണ് നമുക്ക് 765G ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതാണ് OnePlus നോഡി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പാരിസൺ വെച്ച് പറയുന്നില്ല. അല്ലാതെ പറയുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വലിയ കുഴപ്പമില്ല, തന്നെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്ന നോർമൽ ടാസ്ക് ഒക്കെ നോക്കുവാണെങ്കിൽ അതിനകത്തൊന്നും ഒരു ലാഗും കാണത്തില്ല. നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ബ്രൗസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ നേരത്തോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റാണ്, ഒരു പ്രശ്നങ്ങളും വരത്തില്ല. പിന്നെ നമ്മൾ ഗെയിമിംഗ് എടുക്കാൻ നേരത്തിന് ഗെയിം ലോഡിംഗ് ടൈം കുറച്ച് കൂടുതലാണെങ്കിലും ഗെയിം ഒരിക്കൽ ലോഡായി കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്ന സമയത്ത് അങ്ങനെ പ്രശ്നങ്ങൾ കണ്ടില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ഗെയിം കളിക്കാൻ പറ്റാത്ത രീതിയൊന്നുമില്ല. പക്ഷേ നമ്മൾ കളിക്കുന്ന സമയത്ത് തന്നെ വേറൊരു നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവുന്നില്ലായിരുന്നു. നമുക്കൊരു നോർമലായിട്ട് ചൂടാവുന്ന കാര്യം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അത് ഈ ബാക്കിലത്തെ ഈ ഒരു പോർഷനിൽ മാത്രമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ OSൻ്റെ കാര്യം പറയാൻ നേരത്ത് ഇവിടെ Android 11 ആണ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺ ടച്ച് OS എന്ന് പറയുന്നതാണ്. ഫൺ ടച്ച് 11 ആണ് വരുന്നത്. അത് വിവോൻ്റെ സ്കിന്നാണ്. അത് നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് കണക്കൊന്നും അല്ല, പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ റാമിൻ്റെ കാര്യം നമ്മളിപ്പോൾ ഏത് വേരിയൻ്റ് എടുത്താലും 8GB റാമേ വരുന്നുള്ളൂ. അത് ഞാനിവിടെ ഉപയോഗിച്ച വേരിയൻറ്റ് ബേസ് വേരിയൻ്റ് ആണ്. 128GB സ്റ്റോറേജ് വരുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് റാം
മാനേജ്മെൻറ്റ് നോക്കിയപ്പോഴത്തേക്കും ലൈറ്റ് ആപ്സ് ആണെങ്കിൽ ഒരു 8 വരെ മെമ്മറിയിൽ ഓപ്പൺ ആയി കിടക്കും. പക്ഷേ ഹെവി ആപ്സ് ആണെങ്കിൽ ഒരു 4 തൊട്ട് ഒരു 5 ആപ്പ് ആകുമ്പോൾ തന്നെ റീലോഡിങ് നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 8 GB റാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വന്നേക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു യൂസർ എക്സ്പീരിയൻസിനെ പറ്റി പറയുവാണെങ്കിൽ, പ്രൊസസ്സർ വെച്ച് പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ലൈറ്റ് യൂസർ അല്ലെങ്കിൽ ഒരു നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഫോൺ ഉപയോഗിക്കുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. പക്ഷേ നിങ്ങളൊരു ഹെവി ഗെയിമറൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല. കാരണം അങ്ങനത്തെ സമയത്ത് നമുക്ക് ഗെയിമിങ്ങിനകത്ത് ഇഷ്യൂസ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു ഹെവി ഗെയിമർ ആണെങ്കിൽ ഈ ഫോൺ വരെ വേറെ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് വന്നേക്കുന്ന ഇതിൻ്റെ പ്രൊസസ്സറോ അല്ലെങ്കിൽ പെർഫോമൻസിലോ അല്ല, അതിന് പകരം ക്യാമറയും പിന്നെ അതുപോലെ തന്നെ അടുത്ത് വന്നേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനകത്താണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഡിസൈൻ. പ്രത്യേകിച്ച് ഈ കളർ, ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ കളർ എന്ന് പറയുന്നത് സൺസെറ്റ് മെലഡി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഗ്ലോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ക്യാമറ മോഡ്യൂൾ നിൽക്കുന്നത് ഒരു പ്രീമിയം ലുക്ക് തരുന്ന രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഈ ബാക്കിലത്തെ ഈ പോർഷൻ ഇത് പ്ലാസ്റ്റിക് അല്ല, അതിൻ്റെ ഒരു ഗ്ലാസ് ആണ്. അപ്പോൾ അത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ സൈഡ് ഫ്രെയിം അത് പ്ലാസ്റ്റിക് ആണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പ്ലാസ്റ്റിക് ആണെന്നും. അപ്പോൾ അവിടെ അങ്ങനെ പ്രീമിയം ഫീൽ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ഈ ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് ആണ് വന്നേക്കുന്നത്. അത് നമുക്ക് ഈ ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ഗ്ലാസ്സിലും അങ്ങനെ സ്ക്രാച്ച് ഒന്നും അധികം വീണിട്ടില്ല. പ്രത്യേകിച്ചും ഈ ബാക്കിൽ ഈ കളറിനകത്ത് ഇതിനൊരു മാറ്റ് ടെക്സ്ചർ ഉണ്ട്. അപ്പോൾ അത് നല്ലതാണ്. പക്ഷേ ഫോൺ കുറച്ച് കയ്യിൽ നിന്ന് തെന്നിപ്പോണ രീതിയിലായിട്ടുണ്ട്. എന്നാലും നമുക്ക് കേസ് വരുന്നുണ്ട് ഫോണിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നിങ്ങൾ ആ കേസ് ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. പിന്നെ നമ്മളിതിൻ്റെ പോർട്സും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരം നമുക്കിവിടെ ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ചാർജിംഗ് പോർട്ട് USB-C ആണ്. അപ്പോൾ ഈ 2 പോർട്ടിനകത്ത് ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബട്ടൺസിൻ്റെ ക്വാളിറ്റിയും തിരക്കില്ലാതാണ് വന്നേക്കുന്നത്. സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് ഫോൺ വരാൻ നേരത്ത് ബട്ടൺ ക്വാളിറ്റി ഒരുപാട് കുറയും. പക്ഷേ ഇവിടെ അങ്ങനെ അത്ര കുഴപ്പമില്ല. പിന്നെ നമുക്ക് ബട്ടൺസിനകത്ത് തന്നെ ഈ പവർ ബട്ടണിനകത്ത് ഒരു ടെക്സ്ചറും കിട്ടുന്നുണ്ട്. അത് നമ്മളിവിടെ ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡിസൈനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഈ ഫോൺ ഒരുപാട് സ്ലിമ്മായ ഫോൺ എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ മനസ്സിലാവും നല്ല സ്ലിമ്മായ ഒരു ഫോൺ തന്നെയാണ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 7.48 mm ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് കാണുമ്പം ഒരു പ്രത്യേകതരം ഫീലാണ്. അതായത് നമുക്ക് ഒരു പ്രീമിയം ഫോൺ കാണുന്ന പോലെ ഇരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിനകത്ത് മിക്ക ഫോൺസിനും കനം കൂടുതലാണ്. അപ്പോൾ അത് നമുക്കൊരു എടുത്ത് നിൽക്കുന്ന കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ കനം കുറഞ്ഞായതുകൊണ്ട് നമ്മൾ കൈ പിടിക്കാൻ നേരത്ത് തന്നെ ഫോൺ കറക്റ്റായിട്ട് കയ്യിൽ ഒതുങ്ങി നിന്നോളും. ഈ വലിയ ഫോണായിട്ട് പോലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യങ്ങളുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 171 ഗ്രാംസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റിൻ്റെ കാര്യത്തിനകത്തും പ്രശ്നങ്ങളൊന്നും കണ്ടുമില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ഫോൺ ഒരുപാട് സ്ലിം ആക്കാൻ നേരത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്ററി സൈസ് എന്തായാലും കുറയണം. അപ്പോൾ ഇവിടെ ബാറ്ററി സൈസ് കുറഞ്ഞെന്ന് വേണം പറയാം. കാരണം നമ്മൾ കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടിയൊക്കെ ചെറിയ ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. കാരണം ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 4000 mAh ആണ്. അപ്പോൾ 4000 mAh എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് ചെറുതൊന്നും അല്ല. അപ്പോൾ പക്ഷേ ഇവിടുത്തെ കാര്യത്തിനകത്ത് അങ്ങനെയല്ല. കാരണം ഇപ്പോൾ ആൻഡ്രോയിഡിനകത്ത് നമുക്ക് സാധാരണ മിക്ക ഫോൺസിനകത്ത് ഇപ്പം സാംസങ്ങിൻ്റെ തന്നെ ഗാലക്സി M51 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ 4000 ഒന്നുമല്ല 7000 mAh ഒക്കെയാണ്. അപ്പോൾ അത്രയും കൂടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ആ ഒരു കമ്പാരിസണിൽ ഇത് ചെറുതായിട്ട് തോന്നും. അതുകൂടെ വിവോൻ്റെ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് കിട്ടിയ ബാറ്ററി ബാക്കപ്പ് അത്ര നല്ലതൊന്നുമല്ലായിരുന്നു. ഒരു ദിവസമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 4.5 മണിക്കൂറും ഒരു 5.5 മണിക്കൂർ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഈ ഒരു 4000 mAh ബാറ്ററി എടുക്കാൻ നേരത്ത് കുറവായിട്ട് തന്നെയാണ് എനിക്ക് വന്നേക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ബാറ്ററിക്കകത്തുള്ളൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ കൂടെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. അതൊരു 33 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ നമ്മൾ ആ ചാർജർ വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ 0 to 100% ആക്കാൻ 1 മണിക്കൂർ മാത്രമേ എടുക്കൂ. ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ബാറ്ററിയുടെ കാര്യം. പിന്നെ നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇവിടുത്തെ ഡിസ്പ്ലേ എന്ന് പറയുമ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ്. 6.44 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പക്ഷേ നമ്മളിവിടെ ഫ്രണ്ടിൽ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, നമുക്ക് ഹോൾ പഞ്ച് ക്യാമറ അല്ല വരുന്നത്. അതിന് പകരം ഒരു യു ഷേപ്പ് നോച്ചിനകത്താണ് ക്യാമറ വന്നേക്കുന്നത്. അപ്പോൾ അതൊരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നമുക്ക് ബെസൽ നോക്കുവാണെങ്കിൽ താഴെ വരുന്ന ബെസൽ, നമ്മുടെ ഡിസ്പ്ലേയുടെ അടിയിൽ വരുന്ന ബെസൽ മാത്രം കുറച്ച് കനം കൂടി ബെസലാണ്. അതൊരു ഡിസ്പ്ലേയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു AMOLED പാനലാണ്. അപ്പോൾ അതിനകത്ത് വിവോ കോസ്റ്റ് കട്ടിങ് ചെയ്തില്ല, AMOLED പാനൽ തന്നിട്ടുണ്ട്. അതും ഇതൊരു ഫുൾ HD പാനൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുത്ത പിക്സൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 409 ppi ആണ്. അപ്പോൾ ആ രീതിയിൽ നല്ലതാണ്. പിന്നെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്കകത്തും എനിക്ക് കംപ്ലയിൻ്റ് ഒന്നും പറയില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാനൽ തന്നെയാണ്. എവിടെയും അങ്ങനെ ലൈറ്റ് ബ്ലീഡിങ്ങോ കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വ്യൂയിങ് ആംഗിൾസിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബ്രൈറ്റ്നസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ പുറത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം ബ്രൈറ്റ് ആവുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇങ്ങനെ നല്ലൊരു പാനലായതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേക്കകത്ത് നമുക്ക് എന്തെങ്കിലും വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോഴൊക്കെ നമുക്ക് കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ നമുക്ക് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ സ്പീക്കർ മാത്രമേ ഉള്ളൂ. ഈ അടി കാണുന്ന മാത്രമാണ് സ്പീക്കർ. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് തന്നെ നമുക്കൊരു ബെസ്റ്റ് മീഡിയ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ സ്പീക്കറിൻ്റെ ക്വാളിറ്റി കൊള്ളത്തില്ലെന്നല്ല, ക്വാളിറ്റിയൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒറ്റ സ്പീക്കർ ആവുന്ന നേരത്ത് കവർ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അത് മാത്രമല്ല ലൗഡ്നെസ്സും അങ്ങനെ ഭയങ്കര കൂടുതലൊന്നും അല്ലായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഇയർ പീസിനകത്ത് അതിന് ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോളിനകത്ത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല. നമുക്ക് കോളിന് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ ഈ ഡിസ്പ്ലേക്കകത്ത് വരുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. അത് നല്ലോണം വർക്ക് ആവുന്നുണ്ട്, സ്പീഡുണ്ട്, ആക്യുറസിക്കകത്തും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ അത് 5.1 ആണ്. വൈഫൈ വേർഷൻ നമുക്ക് ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള സെൻസേഴ്സും കാര്യത്തിനകത്തൊന്നും വിവോ കുഴപ്പങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എല്ലാ സെൻസേഴ്സും തരുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിനകത്ത് നമുക്ക് ഡ്യുവൽ സിം സപ്പോർട്ട് ഉണ്ട്. നമുക്ക് 2 സിം ഇടാൻ പറ്റും. പക്ഷേ 2 നാനോ സിം ആയിരിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അതിനകത്ത് 5G സപ്പോർട്ടൊന്നുമില്ല. 4G അല്ലെങ്കിൽ LTE സപ്പോർട്ട് വരെ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. കാരണം നമുക്ക് ഇന്ത്യയിൽ 5G സപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് ഇനി അത് വരാൻ എന്തായാലും ഒരു 1-2 വർഷം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് പറയേണ്ട കാര്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിവോ V20യിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ.
ഇതെല്ലാം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിനകത്ത് ഏറ്റവും ഹൈപ്പിട്ട് പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ക്യാമറ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഈ പ്രൈസിങ്ങിന് നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ Vivo V20 എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതിന് പകരം ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം പെർഫോമൻസ് ആണെങ്കിൽ നമുക്ക് OnePlusൻ്റെ നോഡ് ഇതിനെക്കാട്ടി ബെറ്റർ ഓപ്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ UI ഇഷ്ടമാണ്. അതായത് നിങ്ങൾക്ക് സാംസങ് ഫോൺസ് ഇഷ്ടമാണെങ്കിൽ സാംസങ്ങിൻ്റെ M51 എന്ന് പറയുന്നത് നല്ല ഓപ്ഷൻ തന്നെയാണ്. അതിന് ഇതിനെക്കാട്ടി പ്രൈസും കുറവാണ്. പിന്നെ അതിനകത്ത് വന്നേക്കുന്ന പ്രൊസസ്സർ കുറച്ചും കൂടെ ബെറ്റർ പ്രൊസസ്സറാണ്. 730G ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ Vivo V20 എന്ന് പറയുന്ന ഫോൺ ഈ പ്രൈസിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ഫോണൊന്നുമല്ല. കാരണം ഈ പ്രൈസിനകത്ത് ഒരുപാട് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഈ ക്യാമറ എന്ന് പറയുന്നത് ഇത്ര നല്ലതാണെങ്കിൽ പോലും Pixel 4a ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ Pixel 4aൻ്റെ ക്യാമറ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ക്യാമറ എന്ന് പറയുന്നത്. പക്ഷേ Pixel 4aൻ്റെ പ്രൈസിങ് ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ Vivo V20ൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ എടുത്തിരിക്കുന്ന വേറെ കാര്യം ഇതിൻ്റെ ഡിസൈനാണ്. ഇത്രയും സ്ലിം ആയ ഒരു ഡിസൈൻ, പിന്നെ ഇങ്ങനെ കാണാൻ ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അത് ഈ ഫോണിൻ്റെ ഒരു യുണീക്കായ കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഡിസ്പ്ലേക്കകത്ത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഈ ഫോൺ എന്ന് പറയുന്നത് ഈ പ്രൈസിങ്ങിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു നല്ല ഫോണാണ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ